Can you please turn on your Bible? कृपया अपनी बाइबलें निकालें। Acts chapter 13, verse 47. प्रेरितों के काम 13वां अध्याय और उसका 47वां पद। അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 47-ാം വാക്യം. प्रेरितों के काम 13वां अध्याय और उसका 47वां पद। നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. मैंने तुझे अन्य जातियों की ज्योति बनाया है कि तू पृथ्वी के छोर तक उद्धार का कारण बने। ഞാൻ നിന്നെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. मैंने आपको ज्योति ठहराया है। അതുകൊണ്ടാണ് കൊലോസ്യർ 1:13 ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, कुलुसियों 1:13 में बाइबल इस प्रकार कहती है, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചവനെ നാം സ്തോത്രം ചെയ്യുന്നവരാകണം. हम उस परमेश्वर का धन्यवाद करते हैं जिन्होंने अंधकार के वश में से हमें निकालकर अपने निज पुत्र यीशु के राज्य का हिस्सा बना दिया। രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബൈബിൾ അവിടെ വ്യക്തമാക്കുന്നത്. बाइबल वहां पर दो प्रमुख बातें बताती हैं। ഒന്ന്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മുടെ ദൈവമായ കർത്താവ് വിടുവിച്ചിരിക്കുന്നു. पहली बात कि परमेश्वर ने हमें अंधकार के वश में से छुड़ा लिया है। ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന് ദൈവം അവനെ സ്വതന്ത്രനാക്കുന്നു. जब एक व्यक्ति प्रभु यीशु मसीह पर विश्वास करता है तो अंधकार की जंजीरों से उसे छुटकारा मिल जाता है। രണ്ടാമതായി അവനെ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെക്കുന്നു. और दूसरी बात, उसे परमेश्वर के राज्य में ले आता है। ആ വാക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന്, अब अंधकार के अधिकारों नामक शब्द को हम जल्दी भुला नहीं सकते हैं। ഇരുട്ടിന് ഒരു അധികാരമുണ്ട്. अंधकार का एक अधिकार है, എന്നാൽ ഇരുട്ടിന്റെ അധികാരത്തിന്റെ മുകളിലാണ് ദൈവിക അധികാരം. लेकिन सुनिएगा, परमेश्वर का अधिकार अंधकार के अधिकार से भी ऊपर है। ഇരുട്ടല്ല ശക്തമേറിയത്, വെളിച്ചമാണ് ശക്തമേറിയത്. अंधकार नहीं है ताकतवर, ज्योति है ताकतवर। കാരണം വെളിച്ചമാണ് ഇരുളിനെ കീഴ്പ്പെടുത്തുന്നത്. क्योंकि ज्योति ही अंधकार को वश में करती है। എന്താണ് ഇരുട്ടിന്റെ പ്രത്യേകത? अंधकार की विशेषता क्या है? ഇരുട്ടിൽ നമ്മുടെ മുൻപിലുള്ള നന്മകൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. जब सामने अधिकार होता है मेरी भलाई दिखाई नहीं देती है। നിങ്ങളെ ഒരു മുറിയിലാക്കി വെക്കുന്നു. यदि आपको किसी कमरे में बंद कर दें, ആ മുറിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സുകളും ഒരു ടേബിളിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നു. और उस कमरे में एक मेज के ऊपर आपके लिए हर भोजन सामग्री तैयार है। എല്ലാ ജനലുകളും അടയ്ക്കുന്നു. सारी खिड़कियां बंद कर दी, എല്ലാ ലൈറ്റുകളും അണയ്ക്കുന്നു. सारी रोशनियां बंद कर दी। നിങ്ങൾക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല. आप वहां कुछ भी नहीं देख पा रहे। നിങ്ങൾ ഇരുട്ടിലാണ്. आप अंधकार में हैं। ഒരു കാരണവശാലും किसी भी वजह से നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് आपके सामने रखी गई, നിങ്ങൾക്ക് കാണുവാനോ उनको देखने का, നിങ്ങൾക്കത് സ്വാതന്ത്ര്യമായി അനുഭവിക്കുവാനോ കഴിയുകയില്ല. उन चीजों का स्वाद लेने का भी आप नहीं कर पाएंगे। എന്താണ് അതിന്റെ കാരണം? पता है क्यों? നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഇരുട്ടാണ്. क्योंकि जहां आप बैठे हैं वहां अंधेरा है। എന്നാൽ ആ മുറിയിൽ വെളിച്ചം വരുമ്പോൾ लेकिन जब उसी कमरे में रोशनी आती है നിങ്ങൾക്കെല്ലാം അവിടെ കാണാൻ കഴിയുന്നു. आपको सब कुछ दिखने लग जाता है। നിങ്ങളുടെ വേഗത വർദ്ധിക്കുന്നു. आपकी रफ्तार बढ़ने लग जाती है। നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നു. आप अपने लक्ष्य की ओर बढ़ने लग जाते हैं। നിങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ आप जब रात को गाड़ी चलाते हैं, നിങ്ങൾ മനസ്സിലാക്കുക, एक बात समझिएगा, നല്ല ഇരുട്ടുള്ള സ്ഥലം, एक अच्छी अंधेरे से भरी जगह, സ്ട്രീറ്റ് ലൈറ്റുകളില്ല. वहां पर लाइट नहीं है। എന്നാൽ ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ जब आप अपनी गाड़ी चलाते हैं, നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കംപ്ലൈന്റ് ആയാൽ, आपकी यदि गाड़ी की भी हेडलाइट खराब हो जाए, ആ ലൈറ്റ് അണഞ്ഞു പോയാൽ, यदि वो बत्ती बुझ जाए, പിന്നെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. आप आगे नहीं बढ़ पाएंगे। ഇരുട്ട് നിങ്ങളെ തടയും. अंधकार आपको रोक देगा, വെളിച്ചം നിങ്ങളെ തുടരുമാറാക്കും. ज्योति आपको बढ़ाना शुरू करेगी। आमेन। വീണ്ടും ഞാൻ പറഞ്ഞു, ഇരുട്ട് നിങ്ങളുടെ വേഗതകളെ കുറയ്ക്കും. मैं एक बार और दोहराऊं, रफ्तार को अंधकार कम करता है, വെളിച്ചം നിങ്ങളുടെ വേഗതയെ വർദ്ധിപ്പിക്കും. लेकिन प्रकाश उसे गतिमान करता है। ഇരുട്ട് നിങ്ങളുടെ നന്മകളെ
ബ്ലൈൻഡ് ആക്കും, അന്ധമാക്കും. अंधकार आपकी भलाइयों के सामने आपको अंधा करता है, വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചകൾ നൽകും. लेकिन रोशनी आपकी आंखों को ज्योतिर्मय बनाता है. യേശു പറയുന്നു, यीशु कहता है, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. मैं जगत की ज्योति हूँ. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല. मुझ में वास करने वाला अंधेरे में नहीं रहता. നന്മകൾ അനുഭവിക്കുവാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നു. भलाइयों का आनंद नहीं उठा पा रहे हैं आप, എന്നാൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിഷ്ഫലമാക്കുവാൻ, लेकिन सुनिएगा, अंधकार के कामों को रोकने के लिए ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നു. हर मनुष्य को प्रकाशमान करने वाली ज्योति धरती पर उतर आई. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്നാണ്. यीशु मसीह के बारे में यूहन्ना के सुसमाचार के पहले अध्याय में लिखा है, सब मनुष्यों को प्रकाशित करने वाली सच्ची रोशनी. ഏത് മതത്തെയുമല്ല, सभी धर्मों को नहीं लिखा, ഏത് മനുഷ്യനെയും. हर मनुष्य को लिखा है. യേശു ഈ ഭൂമിയിൽ വന്നത് മതങ്ങൾക്ക് വേണ്ടിയല്ല. यीशु मसीह यहाँ धर्म स्थापित करने नहीं आए. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. यीशु धार्मिक नेता नहीं है. യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. यीशु धरती पर मनुष्य के लिए आया. വേദപുസ്തകം പറയുന്നു, पवित्र शास्त्र बाइबल कहती है, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, यूहन्ना का सुसमाचार पहला अध्याय 12वां पद, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകുന്നു. जिन्होंने उस पर विश्वास किया और उसे ग्रहण किया, उन्हें परमेश्वर की संतान बनने का अधिकार दिया. പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, എബ്രായനെന്നില്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. पौलुस कहता है कि उसमें भेदभाव नहीं कि वो यूनानी है, अन्य जाति है, यहूदी है, कोई और हो, यीशु को बुलाने वाला मुक्ति पाता है. കാരണം അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. क्योंकि वो ऐसी ज्योति है जो सब मनुष्यों को प्रकाशित करती है. വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ മധ്യയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, आज जब ज्योति यीशु हमारे बीच में आए हैं, യേശു ഒരു വ്യക്തിയിൽ വന്നാൽ അവന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറുകയാണ്. यीशु किसी व्यक्ति में आता है तो उसका अंधकार हट जाता है. യേശു ഒരു സഭയിൽ വന്നാൽ അവിടുത്തെ ഇരുട്ട് മാറുകയാണ്. यीशु किस कलीसिया में आता है वहां का अंधकार हट जाता है. യേശു ഒരു ദേശത്തിൽ വന്നാൽ ആ ദേശത്തിന്റെ ഇരുട്ടുകൾ മാറുകയാണ്. यीशु जिस शहर में आता है वहां का अंधकार हट जाता है. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, मैं दोबारा दोहराऊंगा. നിങ്ങളെ നോക്കി യേശു പറയുന്നു, आपको देखकर यीशु कहते हैं, നിങ്ങൾ വെളിച്ചമാകുന്നു. आप ज्योति हैं. നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. आप अंधकार के वश में छुड़ाए जा चुके हैं. നിങ്ങൾ ഇപ്പോൾ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായിരിക്കുന്നു. आज आप उसके प्रेमी पुत्र यीशु के भाग बन गए हैं. നിങ്ങളെ ഇരുട്ട് ഭയപ്പെടുന്നു. सुनिएगा, अंधकार आपसे डरता है. കാരണം നിങ്ങൾ വെളിച്ചമാണ്. बताए क्यों? आप रोशनी हैं. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, और इसीलिए पहला पत्रस दूसरे अध्याय के पहले पद में लिखा है, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. आप अंधकार में से बुलाए गए और उसके सद्गुणों का प्रचार करने के लिए नियुक्त किए गए, उसके राजकीय याजक, पवित्र प्रजा और वंश हो. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാണ്. आप अंधकार से अद्भुत प्रकाश में आए हुए लोग हैं. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. अंग्रेजी में इस प्रकार लिखा है. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ पहला पत्रस दूसरे अध्याय के 9वें पद में അവിടെ എഴുതിയിരിക്കുന്നത് മാർവലസ് ലൈറ്റ് എന്നാണ്. वहां पे लिखा हुआ है, अद्भुत ज्योति. Who has called you out of darkness into his marvelous light. अंधकार से निकाला अपनी अद्भुत ज्योति में. Where you are now,
कहां पर हैं आप आज? You are in the marvelous light. आप अद्भुत ज्योति में हैं। Amen. Where is that marvelous light? वो अद्भुत ज्योति कहां है? That marvelous light dwelling in you, inside you. अद्भुत ज्योति आपके अंदर है। Amen. Amen. Hallelujah. Why? क्यों? Jesus is inside you. क्योंकि यीशु आपके अंदर है। Who is Jesus? यीशु कौन है? He is the light of the world. वो जगत की ज्योति है। Amen. Hallelujah. He is the light of this universe. वो इस ब्रह्मांड धरातल की रोशनी है। Where there is presence, the darkness will go away. जहां उसकी उपस्थिति आती है, अंधेरे को जगह छोड़नी पड़ती है। I know in my spirit many people are going to receive the greater deliverance and the greater miracle this night because the light of the world is here. मेरी आत्मा में मैं ये महसूस कर पा रहा हूं, आज कई लोग छुटकारा पाएंगे क्योंकि वो ज्योति उतर आई है, अंधकार जा रहा है। Amen. When the light of Jesus is appearing here, all the kind of diseases and infirmity will go away, जब यीशु नामक रोशनी आ will जाती है, disappear there. जब यीशु नामक ज्योति आ जाती है, हर अधर्म, अपराध, पाप जगह छोड़ जाते हैं। Amen. You want to receive the deliverance this night? आप Yes. पाना चाहते हैं छुटकारा? Amen. You want to experience the power of God this night? परमेश्वर Yes. की ताकत को आप पाना चाहते हैं? Yes. Last 26 years, by the grace of God, I'm doing His ministry. पिछले 26 साल से परमेश्वर के अनुग्रह में मैं ये सेवकाई कर रहा हूँ। By the grace of God, I visited 46 above countries all over the world. और परमेश्वर के अनुग्रह से पूरे संसार भर के 40 से ज्यादा देशों में मैं गया। Wherever I am preaching, जहां जहां भी मैं प्रचार करता हूँ, I can see the Lord of miracles is happening. मैं देख Amen. सकता हूँ कि चमत्कार पर चमत्कार होते हैं। That same God is going to work you this night here. और वही परमेश्वर अपना चमत्कार यहाँ पर भी करेगा। Not because of any man of God. इसलिए नहीं कि कोई एक व्यक्ति यहाँ आया है, Not because of me. इसलिए नहीं कि मैं आया हूँ, Only because of the light. केवल इसलिए क्योंकि ज्योति आ गई The है। light is Jesus. वो ज्योति यीशु है। Amen. Jesus is the light. यीशु ज्योति है। Amen. യേശു പറയുന്നു, यीशु कहता है, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. आप जगत की ज्योति हैं। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. आप जगत की ज्योति हैं। വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, അത് തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. दीवट को जलाकर दीवट के पैमाने के नीचे नहीं, उसे ऊपर रखा जाता है। ഈ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്തുതിക്കുക. जब आप प्रभु की स्तुति करते हैं तो अपना पूरा दिल, अपना पूरा आत्मा उसमें लगा दें। ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ I can see the hope over your face. നിങ്ങളുടെ മുഖത്ത് ആ വലിയ പ്രത്യാശ എനിക്ക് കാണാൻ കഴിയുന്നു. मैं जब यहाँ से आपके चेहरों को देख रहा हूं तो आपके चेहरों पर झलकती आशा को मैं देख रहा हूं। നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് परमेश्वर ने आपको क्यों बुलाया है? ഒരു സാധാരണ വെളിച്ചത്തിലേക്കല്ല. एक साधारण छोटी मोटी रोशनी के लिए नहीं, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്കാണ്. परमेश्वर ने Amen. आपको अद्भुत ज्योति के लिए बुलाया है। ഞാനിത് വെറുതെ പറയുകയല്ല. मैं ऐसे ही नहीं कह रहा हूं। ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യും. इन दिनों में आप अपनी जिंदगी में उसे प्रकट होते देखोगे। നിങ്ങൾ പോകുന്ന വീടുകളിൽ, നിങ്ങൾ കയറുന്ന ഓഫീസുകളിൽ, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഇത് മാനിഫെസ്റ്റ് ചെയ്യും. आपके घर में, आपके दफ्तर में, आप जहां जाएंगे, Amen. अद्भुत ज्योति प्रकट होगी। എപ്പോഴാണ് ഇരുട്ട് മാറുന്നത്? अंधकार कब दूर होता है? വെളിച്ചം വരുമ്പോൾ. जब रोशनी आती है। രണ്ട് വെളിച്ചങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നു. दो ज्योतियों के बारे में बाइबल बताती है। ഒന്ന് യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. एक यीशु जगत की ज्योति, രണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ ഈ ഭൂമിയുടെ വെളിച്ചമാണ്. दो उस पर विश्वास करने वाले इस धरती की रोशनी। Amen. നിങ്ങളുടെ ചുറ്റും ഒത്തിരി പേർ അന്ധകാരത്തിലാണ്. आपके हमारे चारों ओर कितने ही लोग अंधकार में हैं, അവർക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. खुद को नहीं देख पा रहे हैं, അവരുടെ പാപങ്ങൾ കാണാൻ खुद കഴിയുന്നില്ല. का पाप नहीं दिख रहा, അവരുടെ വീഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. अपने पतन को नहीं देख पा रहे, അവരുടെ ശാപങ്ങൾ കാണാൻ കഴിയുന്നില്ല. अपने शापों को नहीं देख पा रहे, അവർ കഷ്ടതകൾ അനുഭവിക്കുകയാണ്. दुखों में पड़े हुए हैं वो, അവർ വേദനകളിലൂടെ കടന്നു दर्द പോകുകയാണ്. में पड़े हैं वो, അവർ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. समस्याओं से घिरे पड़े
हैं, അവിടെ നിങ്ങൾ വെളിച്ചമാകുക, लेकिन उनके लिए आप ज्योति बने, നിങ്ങൾ വെളിച്ചമാകുക, आप ज्योति बने, നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാകുക. आप उनके लिए आशीष बने। അപ്പോസ്തല പ്രവൃത്തി 13:47 പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. प्रेरितों के काम 13 के 47 में लिखा है कि मैंने तुझे अन्य जातियों की ज्योति ठहराया है कि तू पृथ्वी के छोर तक उद्धार का कारण बने। സങ്കീർത്തനം 18, 28, 29 ബൈബിൾ പറയുന്നു, भजन संहिता 18 का 28 और 29 बाइबल कहती है നീ എന്റെ ദീപത്തെ കത്തിക്കും, कि तू मेरे दिए को जलाएगा। എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. मेरा परमेश्वर यहोवा मेरे अंधियारे को उजियाला बना നീ देगा। എന്റെ ദീപത്തെ കത്തിക്കും. तू मेरे दीवट को जलाएगा। ആ ദീപം എന്നിൽ കത്തുമ്പോൾ वो जब दीवट मुझ में जलेगा, എന്റെ ജീവിതത്തിലെ അന്ധകാരം പ്രകാശമാകും. मेरी जिंदगी का अंधकार रोशनी बन जाएगा। അങ്ങനെ പ്രകാശമാകുമ്പോൾ, जब वो रोशनी बन जाएगा, ആ ദീപം എന്നിൽ കത്തുമ്പോൾ, वो दीवट जब मुझ में जलेगा, അടുത്ത വാക്യം പറയുന്നു, अगला वचन कहता है നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. तेरी सहायता से मैं सेना पर हमला करूंगा, परमेश्वर की सहायता से शहर पना लांग दूंगा। आमेन। എപ്പോഴാണ് ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നത്? सेना के ऊपर मैं हावी कब हो पाऊंगा? ഇതുവരെ നിന്നെ ഓടിച്ചോണ്ടിരുന്നതിനെ നീ ഓടിക്കാൻ പോവുകയാണ്. अब तक जो तुम्हें दौड़ा रहा था, अब से तुम उसे दौड़ाओगे। आमेन। हालेलुया। ഇതെപ്പോൾ സംഭവിക്കും? कब होगा ये? എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ, जब परमेश्वर मेरे अंधकार को ज्योति बना देगा, അവൻ എന്റെ ദീപത്തെ കത്തിക്കുമ്പോൾ. वो मेरे दीवट को जलाएगा। आमेन। ബൈബിൾ പറയുന്നത് നരകം ഇരുട്ടാണെന്നാണ്. बाइबल कहती है नरक अंधकार है, സ്വർഗം വെളിച്ചമാണെന്നാണ്. स्वर्ग ज्योति है। നരകം ഇരുട്ടാകാനുള്ളതിന്റെ കാരണം യേശു കർത്താവിന്റെ ആബ്സെൻസ് ആണ്. और नरक क्यों अंधियारा? क्योंकि वहां पर यीशु नहीं है। സ്വർഗം വെളിച്ചമാകാനുള്ളതിന്റെ കാരണം യേശു അവിടെ പ്രസന്റ് ആണ്. स्वर्ग Amen. क्यों उजियाला है? क्योंकि यीशु वहां है। നിങ്ങളുടെ ജീവിതം നരകമാകാനുള്ളതിന്റെ കാരണം हमारी जिंदगी नरक क्यों बन गई? യേശുവിന്റെ ആബ്സെൻസ് ആണ്. यीशु वहां नहीं है। നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം സ്വർഗമാകാനുള്ളതിന്റെ കാരണം हमारी जिंदगी, हमारा परिवार स्वर्ग कैसे बन गया? യേശു നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്. यीशु अंदर आकर बस गया। आमेन। കാരണം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23, 24, 25 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. क्योंकि प्रकाशित वाक्य 21 के 23-24 में लिखा है, अब नगर में सूरज और चांद के उजियाले की आवश्यकता नहीं, क्योंकि परमेश्वर की महिमा से वहां उजियाला हो गया। आमेन। ഹല്ലേലൂയ. हालेलुया। സ്വർഗം പ്രകാശിച്ചത് സൂര്യനെ കൊണ്ടല്ല, स्वर्ग सूरज से नहीं चमका, സ്വർഗം പ്രകാശിച്ചത് ചന്ദ്രനെ കൊണ്ടല്ല, स्वर्ग चांद से नहीं चमका, സ്വർഗം പ്രകാശിച്ചത് സൂര്യനെ കൊണ്ടല്ല, स्वर्ग में उजियाला सूरज का नहीं था, സ്വർഗം പ്രകാശിച്ചത് ചന്ദ്രനെ കൊണ്ടല്ല, स्वर्ग का उजियाला चांद नहीं था, സ്വർഗത്തിലെ തേജസ്, സ്വർഗത്തിലെ പ്രകാശം യേശുവായിരുന്നു. स्वर्ग की महिमा, स्वर्ग का उजियाला यीशु है। आमेन। हालेलुया। What a privilege. कितना बड़ा सौभाग्य है ये। You are going to shine. आप चमकने जा रहे हैं। आमेन। നിങ്ങൾക്കൊരു സത്യം അറിയുമോ? क्या आप एक सच जानते हैं? യേശു കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിച്ചത് ഗലീലയിലാണ്. यीशु मसीह ने अपनी सेवा का आरंभ गलील में किया। ഗലീലയിലെ കാനാവിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. गलील के काना में यीशु ने पहला चमत्कार किया। യേശു എന്തുകൊണ്ടാണ് ഗലീലയിൽ ആദ്യം പോയത്? यीशु गलील में ही क्यों पहले गया? വേറെ എത്രയോ സ്ഥലങ്ങൾ ആ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. और कितनी जगह उस देश में थी? അതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. वो एक भविष्यवाणी का पूरा होना था। എന്തായിരുന്നു ആ പ്രവചനം? वो क्या थी भविष्यवाणी? മത്തായി സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 വാക്യം പറയുന്നു, मत्ती का सुसमाचार 4 अध्याय और उसके 14 और 15 में इस प्रकार लिखा है, സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും
ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. जुबलून और नप्ताली के देश अर्थात झील के मार्ग से यर्दन के पार अन्य जातियों का जो गलील कहलाता है, मतलब अंधकार में बैठे हुए लोगों ने, मृत्यु के देश और छाया में बैठे हुए लोगों ने ज्योति देखी, उन पर ज्योति चमकी. വേദപുസ്തകം പറയുന്നു ഗലീല എന്ന ദേശം ആ ജനം ഇരുട്ടിലിരുന്ന ജനമാണ്. बाइबल कहती है कि गलील के लोग अंधकार में बैठे थे. ഇരുട്ടിലിരുന്ന ജനം, अंधकार में बैठे हुए लोग. യേശു കർത്താവ് ആദ്യം പോയത് ഗലീലയിലേക്കാണ്. यीशु पहले, सबसे पहले गलील गया. What is the reason? क्या था कारण? What is the reason? क्या था कारण? Only one reason. एक ही था कारण. ആ ദേശത്തെ കുറിച്ച് പറയുന്നു, ആ ദേശത്തിലെ ജനം ഇരുട്ടിലായിരുന്നു. उस जगह के बारे में विख्यात था कि वो जगह अंधकार की है. Amen. ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലം. एक ऐसी जगह जहां परमेश्वर के काम ज्यादा नहीं चलते हैं. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ മലാക്കിയുടെ പ്രവചനം കഴിഞ്ഞാൽ പഴയ നിയമം അവസാനിക്കുകയാണ്. आपको पता है आपके पास जो बाइबल है उसमें मलाकी की पुस्तक के बाद पुराने नियम पर पर्दा पड़ जाता है. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ കാണാം. उसके बीच में एक कागज है ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. और वहां पर लिखा है यीशु मसीह का नया नियम. നിന്നെ നിങ്ങൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. और उसके बाद में मती का सुसमाचार शुरू होता है. എന്നാൽ മലാക്കി മുതൽ മത്തായി വരെ ഒരു പേപ്പറല്ലുള്ളത്. लेकिन मलाकी से मती के बीच में एक कागज नहीं है. 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടമാണ്. 400 साल का अंधेरा है. പ്രവചനങ്ങൾ ഇല്ലാത്ത ഇരുണ്ട एक കാലഘട്ടം. ऐसा अंधेरा समय जब भविष्यवाणियां बंद हो गई. ദൈവപ്രവർത്തികൾ ഇല്ലാതെ പോയ ഇരുണ്ട കാലഘട്ടം. परमेश्वर के काम बंद हो गए. ആ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം उस अंधकार के युग के बाद ഇതാ സ്നാപക യോഹന്നാൻ യോർദാനിൽ നിന്ന് വിളിച്ചു പറയുന്നു, बपतिस्मा दाता यूहन्ना यर्दन से पुकार कर कहता है, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, संसार के पाप को उठाने वाला परमेश्वर का मेमना. ഹല്ലേലൂയ. हालेलुया. അവിടെ യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. वहां पर यीशु मसीह अपनी सेवकाई शुरू करते हैं. യേശു ആദ്യം കടന്നു പോകുന്നത് ദൈവപ്രവർത്തികൾക്ക് സാധ്യതയില്ലാത്ത ഗലീലയിലാണ്. यीशु मसीह पहले उस जगह पर गए जहां परमेश्वर के काम बंद हो गए थे. ഇരുട്ടിലിരുന്ന ജനമുള്ളിടത്താണ്. अंधकार में पड़े हुओं के बीच गए. അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ലാത്തടത്താണ്. चमत्कारों की संभावनाएं जहां बिल्कुल नहीं थी. പിന്നെയും യെരൂശലേമിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. यरूशलेम में जाते तो चमत्कार की संभावना होती. അവിടെ പുരോഹിതന്മാരുണ്ട്, वहां याजक हैं, അവിടെ ആരാധനയുണ്ട്, आराधना है, അവിടെ ആലയമുണ്ട്, मंदिर है, അവിടെ പ്രാർത്ഥനയുണ്ട്. प्रार्थना है. അവിടെ എങ്ങുമല്ല യേശു പോയത്. ऐसी जगहों पर यीशु नहीं गए ഒരു സാധ്യതയില്ലാത്തടത്താണ്. जहां कोई संभावना नहीं थी. ഇനി ആ വിടുതൽ നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയം കർത്താവ് എടുക്കുകയാണ്. और उसके बाद में वो मसला प्रभु हाथ में लेते हैं जिसके बारे में लिखा था अब कोई चारा नहीं. ഇനി ആ അത്ഭുതം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നതിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. उस जगह पर चमत्कार होगा जहां कहा गया है कि चमत्कार नहीं होगा. നിങ്ങളുടെ തലമുറകൾ ഇരുട്ടിലാണോ? आपके बच्चे अंधकार में हैं, അവർ പാപത്തിലാണോ? पाप में हैं. യേശുവാകുന്ന വെളിച്ചം यीशु नामक ज्योति അവരെ അത്ഭുതമാക്കി മാറ്റും. उन्हें चमत्कारिक बना देगी. അവരെ അത്ഭുതമാക്കി മാറ്റും. उन्हें चमत्कारिक बना देगी. എത്ര അത്ഭുത സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ ദൈനംദിന ശുശ്രൂഷകളിൽ കേൾക്കുന്നത്. चमत्कारों की कितनी ही गवाहियां हम हमारी दैनिक सेवकाइयों में सुनते हैं. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ का सुसमाचार पहला अध्याय 4थे पद में लिखा है, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, उसमें जीवन था ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. और वो जीवन मनुष्यों की ज्योति था. അടുത്ത വാക്യത്തിൽ പറയുന്നു, अगला वचन कहता है, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ज्योति अंधकार में चमकती है, अंधकार उसे वश में नहीं कर सकता. Amen. ഇരുട്ടുകൾക്ക് നിന്നെ ജയിക്കാൻ കഴിയുകയില്ല. अंधकार आपके ऊपर जय नहीं पा सकता. Hallelujah. ബൈബിൾ പറയുന്നു, बाइबल कहती है ആ വെളിച്ചം वो ज्योति ഇരുട്ടിനെ കീഴടക്കുന്നു.
अंधकार को वश में कर लेगी। യെശയ്യാവ് എന്ന പ്രവാചകൻ പറയുകയാണ്, यशायाह नबी इस प्रकार कहता है അതിന്റെ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ, 10वें अध्याय के 17वें पद में, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കുന്നു. അത് കത്തി ഒരു ദിവസം കൊണ്ട് മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. इस्राएल की ज्योति जो आग है, इस्राएल का पवित्र ज्वाला ठहरेगा और वो एक ही दिन में सारे झाड़ को भस्म कर देगा। Amen. യഥാർത്ഥ വെളിച്ചം യേശുവാണ്. सच्ची ज्योति यीशु है। സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. वो भी ज्योति के स्वर्गदूत की पोशाक पहनेगा, Yes. പക്ഷെ അവൻ അതിൽ നിൽക്കാൻ പറ്റത്തില്ല. लेकिन ज्यादा टाइम उसमें रह नहीं पाएगा। പക്ഷെ യേശു लेकिन यीशु യഥാർത്ഥ വെളിച്ചമാണ്. सच्ची ज्योति है। Amen. Hallelujah. അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്. यही पहला यूहन्ना पहला अध्याय और 5वां पद कहता है, ദൈവം വെളിച്ചമാകുന്നു, परमेश्वर ज्योति है। അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. और हमने जो उससे सुना और तुम्हें सुनाते हैं कि उसमें कुछ भी अंधकार नहीं। Amen. അവനിൽ ഇരുട്ടൊട്ടുമില്ല. उसमें कुछ भी अंधकार नहीं। പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇരുട്ടിലായിരിക്കുന്നത്? तो फिर मनुष्य आज अंधकार में क्यों पड़ा है? എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ന്യായവിധി ഉണ്ടാകുന്നത്? मनुष्य पर दंड सजा क्यों आ रही है? എന്താണ് അതിന്റെ റീസൺ? उसका कारण क्या है? യോഹന്നാൻ 3-ന്റെ 19, 20, 21 ബൈബിൾ പറയുന്നു, और यूहन्ना 19 के 20 और 21 में इस प्रकार लिखा है, ന്യായവിധി എന്നതോ जो न्याय വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. उस ज्योति के धरती पर आने के बावजूद भी मनुष्यों ने क्योंकि अंधकार से प्रेम किया, अंधकार के वश में पड़ गए। വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. वो रोशनी से ज्यादा अंधकार से प्रेम करने लगे। വെളിച്ചം യേശുവാണ്. ज्योति यीशु है। യേശുവിനേക്കാൾ അധികം यीशु से ज्यादा ഈ ലോകത്തിൽ നാം ഒന്നിനെയും സ്നേഹിക്കരുത്. दुनिया में किसी और चीज या व्यक्ति से हम प्रेम नहीं करें। Yes. പ്രത്യേകിച്ച് ഇരുട്ടിന്റെ പ്രവൃത്തികളെ സ്നേഹിക്കരുത്. विशेष तौर पे अंधकार के कामों से हमें प्रेम नहीं करना है। Amen. സാത്താന്റെ ഒരു പ്രോഡക്റ്റുകളും നിങ്ങളുടെ പക്കൽ കാണരുത്. शैतान की एक भी सामग्री हमारे पास नहीं होनी चाहिए। Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ചോദിക്കാറുണ്ട്, പലരും എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് വരാൻ മടിക്കുന്നത്? हम पूछा करते हैं कि कई लोग परमेश्वर की ओर आने से हिचकाते क्यों हैं? അതിന്റെ ഉത്തരം 20-ാം വാക്യത്തിൽ പറയുന്നു, और 20वें पद में उसका उत्तर लिखा है, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. बुराई करने वाला हर कोई रोशनी से नफरत करता है തന്റെ പ്രവൃത്തികൾക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. और वो अपने कामों को बढ़ावा देने के लिए ज्योति में नहीं आते हैं। ഇവൻ എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക്, വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് വരാത്തത്? ये ज्योति यीशु में क्यों नहीं आना चाहता? ഓൺലി വൺ റീസൺ, केवल एक कारण, അവന് തിന്മ പ്രവർത്തിക്കണം, उसको बुरे काम करने हैं, അവന് പാപം ചെയ്യണം, उसे पाप करना है, അവന് മദ്യപിക്കണം, उसे शराब पीनी है, അവന് വ്യഭിചാരം ചെയ്യണം, उसे व्यभिचार करना है, അവന് പാപത്തിൽ ജീവിക്കണം. उसे पाप में ही जीना है। ആ കാരണം കൊണ്ടാണ് उस वजह से അവൻ ഈ വെളിച്ചത്തിലേക്ക് വരാൻ മടിക്കുന്നത്. इस ज्योति में आने से वो हिचकिचाता है। എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, लेकिन मैं आपको एक बात पक्की कहता हूं, നിങ്ങൾ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വന്നാൽ यदि आप यीशु नामक ज्योति में आ गए ഈ ലോകം തരാത്ത സന്തോഷം നിങ്ങൾക്ക് ക്രിസ്തുവിൽ तो ലഭ്യമാകും. ऐसा आनंद मिलेगा जो संसार भी नहीं दे पाएगा। Amen. Hallelujah. ഈ ലോകം തരാത്ത ആനന്ദം നിങ്ങൾക്ക് യേശുവിൽ ലഭിക്കും. एक ऐसा आनंद मिलेगा जो दुनिया नहीं दे पाएगी। Amen. അതുകൊണ്ടാണ് എഫേസ്യർ 5-ന്റെ 8, 9, 10 വാക്യത്തിൽ പറയുന്നത്, इसीलिए इफिसियों 5 के 8 और 9 में लिखा है, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, पहले आप अंधकार थे ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. लेकिन अब प्रभु में ज्योति हो।
गया। ബൈബിളിൽ നാം വായിക്കുന്ന പൗലോസ് बाइबल में जिस पौलुस के बारे में हम देखते हैं, ഒരു ക്രിമിനൽ ആയിരുന്നു, एक अपराधी था वो, ഒരു മത തീവ്രവാദിയായിരുന്നു. एक धार्मिक उग्रवादी था वो, ആ മനുഷ്യൻ എല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു. सब लोगों को वो सताता था। സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്നു. स्तेफनुस के पत्थरवाही में वहीं पर खड़ा था वो, ഒട്ടും മനസാക്ഷിയില്ലാത്തവനായിരുന്നു. बिल्कुल विवेक में कठोर था। ഒരാളെ എറിഞ്ഞു കൊല്ലുന്നത് കണ്ട് സന്തോഷിച്ചവനാണ്. किसी पर पत्थर पड़ते हुए मरते हुए देख आनंदित होता था। അത്ര മനസ്താപമില്ലാത്തവനാണ്. इतने कठोर दिल वाला था वो। ഈ ശൗൽ പൗലോസ് ആകാൻ ये शाऊल पौलुस बना ഒരൊറ്റ കാര്യമേ സംഭവിച്ചുള്ളൂ. और बनने के लिए एक घटना घटी। അപ്പോസ്തല പ്രവൃത്തി 9:3 എഴുതിയിരിക്കുന്നു, प्रेरितों के काम 9:3 में लिखा है, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. एक ज्योति उसके चारों ओर चमकी। Amen. Hallelujah. Hallelujah. ഇത്രയും വലിയ ക്രൂരനായ മനുഷ്യൻ, इतना क्रूर व्यक्ति जो था, സഭയെ ഉപദ്രവിച്ചവൻ, कलीसिया को सताता था, അപ്പോസ്തലനായ സ്തെഫാനോസിനെ സിംഹവാതിലിൽ വെച്ച് കല്ലെറിയാൻ കൂട്ടുനിന്നവൻ, प्रेरित स्तिफनुस को पत्थर मारते वक्त वहां की गवाही जो दे रहा था, ദൈവസഭയെ അടച്ചുപൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചവൻ, परमेश्वर की कलीसिया पर दरवाजा लगाने की फिराक में जो था, യേശുവിനെ പ്രസംഗിക്കുന്നവരെ അടിപ്പിച്ച് വിടണമെന്ന് കൽപ്പന കൊടുത്തു, यीशु मसीह का प्रचार करने वालों को बांधने और मारने की लगन में जो लगा था, ദൈവസഭയ്ക്ക് വേണ്ടി ഈടുറ്റ കരുത്തുള്ള വെളിപ്പാടുകളുടെ കലവറയായ 14 ലേഖനങ്ങൾ എഴുതി നൽകിയ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി താൻ തീരാനുള്ളതിന് ഒറ്റ കാരണമേ ഉള്ളൂ. വേദപുസ്തകം പറയുന്നു, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. एक ऐसा क्रूर व्यक्ति 14 पत्रियों को लिखने वाला परमेश्वर का सबसे बड़ा प्रेरित पौलुस केवल इसलिए बना क्योंकि उसके ऊपर भी ये ज्योति चमकी। Hallelujah. ആ മനുഷ്യൻ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യേശുവിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. और जिसने कुलूसियों में लिखते वक्त ये कहा, वो जो अगम्य रोशनी में वास करता है। Hallelujah. അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. एक ऐसी रोशनी में बसने वाला जिसके पास में कोई जा नहीं सकता। ഇന്നും ജീവിക്കുന്ന, आज भी जो जिंदा है, ഇന്നും പ്രവർത്തിക്കുന്ന, आज भी जो काम करता है, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത കർത്താവ് जिसने कहा कि मैं दुनिया की जगत की ज्योति हूँ, ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ പ്രകാശിക്കട്ടെ. आज रात वो आपके अंदर भी चमकने पाए। ഞാൻ ഈ വാക്ക് വെറുതെ പറയുകയല്ല, मैं मेरे ये शब्द ऐसे ही नहीं कह रहा, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. मैं दोबारा कहना चाहूंगा, നിങ്ങൾ പ്രകാശിക്കുവാൻ പോകുന്നു. आप चमकने जा रहे हैं।